വെൽക്കം എവറി വൺ ടു കാറുകളുടെ ന്യൂസ് പറയുന്ന നമ്മുടെ ഈ ഒരു സെഗ്മെന്റിലെ മറ്റൊരു വീഡിയോയിലേക്ക് ദ ടയർ ടോക്സ്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ കൂൾ ഫിലിം നമുക്ക് ഇനി തൊട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലേസിംഗ് നമുക്ക് ഇനി തൊട്ട് ഒട്ടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. സോ ഇപ്പം ഒരു MVD വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻസി കാര്യങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട്. 70% ട്രാൻസ്പെറൻസി ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസിനും 50% ട്രാൻസ്പെറൻസി സൈഡ് വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വണ്ടിയുടെ ഒറിജിനൽ ഗ്ലാസ്സിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ അതിലൊരു എക്സ്ട്രാ സാധനം ഒട്ടിച്ചിട്ട് ഇത്ര കുറക്കണം അല്ലെങ്കിൽ ഇത്ര കുറയ്ക്കാം എന്നുള്ളത് ആ നിയമത്തിൽ പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് കോടതി ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള സൺഫിലിം, ബ്ലാക്ക് സൺഫിലിം, ഡാർക്ക് സൺഫിലിം, ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് നിയമം മൂലം നിരോധിച്ചതായിട്ടാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. പാർട്ടിയൊക്കെ അനുവദിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു സൺഫിലിം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമത്തിൽ ഇത് പറയുന്നില്ല. കാരണം ഒറിജിനൽ എക്യുപ്മെൻ്റായിട്ട് എന്താണോ ഉള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ തൽക്കാലം അനുമതിയില്ല. സോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്, ലക്ഷറി കാറുകളിൽ ഓൾറെഡി മാനുഫാക്ചേഴ്സിന് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഗ്ലേസിങ് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനും അത് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. കാരണം രണ്ടു പേർക്കും രണ്ട് നിയമം എന്നുള്ള രീതിയായി പോകും. അതുകൊണ്ട് അത് പറ്റില്ല, സാധാരണക്കാരനും ഇത് ഉപയോഗിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എങ്ങനെയെല്ലാം വളച്ചൊടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ നാട്ടിലെ MVD ഉദ്യോഗസ്ഥന്മാർ നോക്കും. എനിക്കറിയില്ല, ഈ MVDക്കായാലും പോലീസുകാർക്കൊക്കെ ആയാലും സാധാരണക്കാരനെ ഉപദ്രവിക്കുന്നത് ഒരു ഭയങ്കരം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ദുബായിലൊക്കെ പോലീസുകാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ കൂൾ ഫിലിം ഒട്ടിക്കുന്ന ഇതേ ഇഷ്യൂസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 30% ഫ്രണ്ടിൽ വിസിബിലിറ്റി വേണം, സൈഡിൽ 50% വിസിബിലിറ്റി വേണം എന്നുള്ള ഈ റൂൾസ് ഒക്കെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ ചൂട് കൂടുതലുള്ള മിക്ക രാജ്യങ്ങളിലും, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പോലീസുകാർ ഇങ്ങനെ കൂൾ ഫിലിം ഒട്ടിച്ചതിന് പുറകെ ഓടി നടന്ന് പിടിക്കാറില്ല. മാത്രമല്ല അവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ പോയി വെച്ച് നോക്കിയാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റില്ല. സോ അത്രയും എന്ന് വെച്ചാൽ 100%ഓ 90% ഒക്കെയാണ് അവർ കൂളിംഗ് ഒട്ടിക്കുന്നത്. കാരണം അവിടുത്തെ ചൂടും കാലാവസ്ഥ അതാണ്. അവിടെ കൂളിംഗ് നിൽക്കണം, കാറിനകത്ത് കൂളിംഗ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ MVDക്ക് മാത്രമേ ഇത് മനസ്സിലാവില്ല. ചൂട് ഉള്ളിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. സാധാരണക്കാരൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വിടേണ്ട കാര്യമുള്ളൂ. ഇവർ ഇത്രയധികം നിയമം പാലിപ്പിച്ച് അടങ്ങൂ എന്ന് ചിന്തിക്കാനായിട്ട് ഈ കൂൾ ഫിലിം ഒട്ടിക്കുന്നതാണോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്നുള്ളത്? ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. നിങ്ങൾ ആദ്യം റോഡിൽ കുഴികൾ ഇല്ലാതിരിക്കാനായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യുന്നില്ല, അവർക്കെതിരെ നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കണം. റോഡിൽ നിങ്ങളുടെ ഈ കുഴികൾ കാരണം ആക്സിഡന്റ് ഉണ്ടാകുന്നു എന്ന് നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കണം. എന്നിട്ട് അതിനുള്ള നടപടികൾ നിങ്ങൾ എടുക്കണം. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആക്സിഡന്റിനെ പ്രിവെന്റ് ചെയ്യണം. അല്ലാതെ ഒരാൾ ഒരു കാറിൽ പെയിന്റ് ചെയ്തു, ഒരാൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തു, ഇങ്ങനൊന്നും അല്ല ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ഓവർ സ്പീഡിങ്ങിനെല്ലാം നമുക്കെതിരെ ഫൈൻ എടുക്കുന്നുണ്ട്, ഓവർ സ്പീഡിങ്ങിനുണ്ട്, സകലമാന കേസുകൾക്കും ഉണ്ട്. എന്നാൽ മന്ത്രിമാർക്ക് ഇവിടെ കേസില്ല, KSRTC ബസ്സിന് കേസില്ല. KSRTC ബസ്സൊക്കെ ടൗണിൽ കൂടെ വളവിലും ഒക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞ റോഡിൽ നിന്ന് പലപ്പോഴും വണ്ടി ഇറക്കി മാറ്റി നിർത്തുവാണ്. കഴിഞ്ഞ ദിവസം പോലും എനിക്കൊരു ഇഷ്യൂ പേഴ്സണലായിട്ടുണ്ടായതാണ്. കാരണം ഞാനും എൻ്റെ ചേട്ടനും കൂടെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ബസ് വരികയാണ്, അപ്പം ലൈനായിട്ട് ബ്ലോക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഈ വണ്ടി മാത്രം റൈറ്റ് സൈഡ് പിടിച്ച് കയറി വന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ നേരെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ട് ഞാൻ മാറ്റില്ല ഏട്ടാന്ന് പറഞ്ഞു. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നമ്മുടെ നേരെ തിരിഞ്ഞു. സോ ഇതാണ് നാട്ടിൽ നടക്കുന്നൊരു ഇഷ്യൂ. ഒരുത്തൻ ചോദ്യം ചെയ്താൽ അവൻ കുറ്റക്കാരനാവും. സോ നിങ്ങൾ സേഫ്റ്റി ഗ്ലേസിങ്ങോ മറ്റോ നിങ്ങൾ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കടക്കാരനോട് പറയണം, ചേട്ടാ എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്തിരിക്കുന്നതാണെന്നുള്ളത് അതിൽ കാണിക്കുന്ന എന്തെങ്കിലും സൈനോ കാര്യങ്ങളോ ഉള്ള സ്റ്റിക്കേഴ്സ് മാത്രമേ ഒട്ടിക്കാവൂ. അല്ലാതെ ലോക്കലി കിട്ടുന്നതാണ്, ഇപ്പോൾ 50% ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് ജസ്റ്റ് വാഗോണ്ട് പറഞ്ഞാൽ പോലെ അതിൻ്റെ ഒരു മാർക്കിങ് അവിടെ കാണാൻ പറ്റണം. പിന്നെ അത് വെളിയിൽ നിന്ന് ഒട്ടിച്ച് കഴിയുമ്പോഴായാലും നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സേ ഒട്ടിക്കാവൂ എന്ന് പ്രത്യേകം പറയണം. എന്നാലും ചില പോലീസുകാർ വന്നിട്ട് അല്ലെങ്കിൽ ചില MVD വന്നിട്ട് നമുക്ക് ഫൈൻ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അടയ്ക്കാൻ നിൽക്കരുത്. സോ ഇങ്ങനൊരു റൂൾ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെതിരെ വീണ്ടും നമ്മൾ കേസിന് പോവോ, നമുക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുക്കുകയോ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പരിപാടി നമുക്ക് നിർത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഫൈൻ അടച്ചാൽ വീണ്ടും ഒരു ഫൈൻ തരും. സോ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കേണ്ട, നിങ്ങൾക്ക് വണ്ടിയിൽ ഒട്ടിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടിരുന്നതാണ്, ടാറ്റ നാനോ തിരിച്ചു വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനുള്ളൊരു റിപ്ലൈ ആണ് ആദ്യത്തെ അല്ല രണ്ടാമത്തേതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ
ടാറ്റ നാനോ തിരിച്ചു വരുന്ന ന്യൂസ് ഇതുവരെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ യൂട്യൂബിനകത്തും പല സോഷ്യൽ മീഡിയക്കകത്തും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് 300 കിലോമീറ്റർ റേഞ്ച്, 15 ആംപിയറിന്റെ ഹോം ചാർജർ, അതേപോലെ DC ഫാസ്റ്റ് ചാർജിങ്, 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇതെല്ലാം വെച്ചിട്ട് ടാറ്റ നാനോ ഉടനെ തന്നെ വരുന്നു എന്നുള്ള രീതിയിൽ കുറേ ന്യൂസസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം ഫേക്ക് ന്യൂസസ് ആണ്. ടാറ്റ നാനോ തിരിച്ചു വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഈ ന്യൂസസ് എല്ലാം ഫേക്ക് ന്യൂസ് ആണ്. കാരണം വേറൊന്നുമല്ല, ഈ കാണുന്നത് ടാറ്റ നാനോ എന്നും പറഞ്ഞ് ഓൺലൈനിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ്. ആക്ച്വലി ഇത് ടൊയോട്ടയുടെ ഒരു കാറാണ്. സോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇവിടെ എവിടെയെങ്കിലും എഴുതി കാണിച്ചേക്കാം. സോ ഇത് ടൊയോട്ടയുടെ കാറാണ്. നമുക്ക് ആ സൂം ചെയ്ത് ആ പിക്ചർ, ടാറ്റ നാനോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പിക്ചർ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് വേറെ ഏതോ വണ്ടിയാണല്ലോ എന്ന്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ആക്ച്വലി ഇത് ടൊയോട്ടയുടെ കാറാണെന്ന് മനസ്സിലായത്. ഇത് ആക്ച്വലി കണ്ടന്റ് ഓമാർക്ക് കിട്ടാതിരിക്കുമ്പോൾ, വ്യൂസ് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യിപ്പിച്ച് ഇതിനകത്ത് കയറാൻ വേണ്ടി ഓമാർ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ഏതെങ്കിലും ലോഗോ ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് പുതിയ വണ്ടി അത് വരുന്നു ഇത് വരുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ടാറ്റ നാനോ അല്ല. പിന്നെ ചില ഓൺലൈൻ ന്യൂസസ് അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിലും പറയുന്നുണ്ട് ടാറ്റ നാനോ വരുന്നു 3 to 5 lakhs, 300 കിലോമീറ്റേഴ്സ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഒരിക്കലും നമുക്കപ്പോൾ 300 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു 3 to 5 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ഒരു വണ്ടിക്കകത്ത് ഇപ്പം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും അത്രയും ടെക്നോളജീസ് ഒക്കെ ഇമ്പ്രൂവ് ആകുമ്പോൾ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറിനകത്ത് അത്രയും കിലോമീറ്റർ ഒരിക്കലും വരില്ല. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഈ കാണുന്ന BE05 എന്ന് പറയുന്ന ഈ കാർ ഉണ്ടല്ലോ. അപ്പം ഇതിനെ ബേസ്ഡ് ആക്കിക്കൊണ്ടുള്ള BE റാലി എന്ന് പറയുന്ന മഹേന്ദ്രയുടെ ഓഫ് റോഡർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ C ഷേപ്പിലുള്ള DRLs ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ഓഫ് റോഡ് ലുക്കിലേക്ക് മാറ്റി, കുറച്ചൊരു റഗ്ഗഡ് ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മേളിൽ നമുക്ക് കാണാം ആ ലഗേജ് ക്യാരി ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെസ്റ്റ് മ്യൂളുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട്. സോ ഇതും കൺഫേംഡ് ആയിട്ട് വലിയ താമസമില്ലാതെ 2025 തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കാറാണ്. സോ ഒരു ഇലക്ട്രിക് ഓഫ് റോഡർ ആണ്. സോ 500 കിലോമീറ്റർ ആണ് ഇവന്റെ റേഞ്ച് വരുന്നത്. 60 കിലോവാട്ടിന്റെ ബാറ്ററി ആയിരിക്കും വരിക. ഡ്യുവൽ മോട്ടോഴ്സ് വിത്ത് ഓൾ വീൽ ഡ്രൈവിനകത്തായിരിക്കും ഇവനെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ടെസ്റ്റ് മ്യൂളുകൾക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈവേ ടയേഴ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മഡ് ടയേഴ്സ് യൂസ് ചെയ്യാനുള്ള സസ്പെൻഷൻ, ട്രാവൽ സ്പേസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇന്റീരിയറും ഒരു കോക്പിറ്റ് ഡിസൈൻ ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡിസൈനിലായിരിക്കും വരിക എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇയറിൽ മഹേന്ദ്ര എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വണ്ടികൾ BE05, BE07, XUV8, XUV-E9, BE റാലി എന്ന് പറയുന്ന ഈ കാറ്, ഇത്രയും കാറുകളാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ താറിന്റെ EV അവരിപ്പോഴും അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റിലേക്ക് വന്നിട്ടില്ല. അതേപോലെ BE09 എന്ന് പറയുന്ന കാറും അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല. സ്റ്റിൽ അത് രണ്ടും ഇപ്പോഴും കൺസെപ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ടൊയോട്ട ഫാൻസിന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ടൊയോട്ടയുടെ സെയിൽ കൂടിയിട്ടുണ്ട്. 36% സെയിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഓഗസ്റ്റിൽ അത്രയും സെയിൽ കൂടുതൽ വന്നിട്ടുണ്ട്. 20,600 സംതിങ് വണ്ടികളാണ് കഴിഞ്ഞ വർഷം ടൊയോട്ട വിറ്റിരുന്നത്. എന്നാൽ ഈ വർഷം ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ടൊയോട്ട വിറ്റത് 28,000 വണ്ടികളാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഒരു വർഷം കൊണ്ട് വിറ്റതല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വിറ്റതും ഈ ഓഗസ്റ്റ് മാസം ടൊയോട്ട വിറ്റതുമാണ് നമ്മളിപ്പോൾ പറയുന്നത്. മാരുതിയുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ റീബാഡ്ജ് ചെയ്യുന്നത് അവരുടെ ലോവർ സെഗ്മെന്റിൽ അവർക്ക് ഒരുപാട് വണ്ടികൾ വിൽക്കാനായിട്ട് സാധിച്ചു. അവരുടെ 48% സെയിൽ വന്നിരിക്കുന്നത് ഈ മാരുതിയുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിച്ച് വിറ്റിരിക്കുന്ന വണ്ടികൾ വെച്ചിട്ടാണ്. സോ അവർക്ക് ഒരുപാട് ലൈനപ്പ് ഒന്നുമില്ല. ഒരു കണക്കിന് മാരുതിക്ക് ഇത് നല്ലതാണ്. കാരണം മാരുതിയുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ടോട്ടൽ കാറുകൾ ഒരു മാസം ഇത്ര കാറുകൾ ബിഗ് പർച്ചേസ് ചെയ്യുന്നത് ആക്ച്വലി ടൊയോട്ടയാണ്. നമ്മളൊക്കെയാണ് 1-2 കാറല്ലേ മാരുതിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. പക്ഷേ ടൊയോട്ട വാങ്ങുന്നത് എനിക്ക് 2,000 വണ്ടി അല്ല 5,000 വണ്ടി എന്നും പറഞ്ഞ ഒറ്റ അടിക്കാണ് ടൊയോട്ട മാരുതിയുടെ കയ്യിൽ നിന്ന് കാറ് വാങ്ങുന്നത്. സോ ദ ബിഗ്ഗസ്റ്റ് കസ്റ്റമർ ഓഫ് മാരുതി ഇസ് ടൊയോട്ട. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഹോണ്ട അവരുടെ കുറച്ച് ബൈക്കുകളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. CB350, CB350R, ഹൈനസ് 350 അങ്ങനെ കുറച്ച് വണ്ടികളെയാണ്
തിരിച്ചു വിളിക്കുന്നത്. റീസൺ അതിൻ്റെ സ്പീഡ് സെൻസറിനകത്ത് വെള്ളം കയറാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. സ്പീഡ് സെൻസറിന് അങ്ങനെ ഒരു മാൽഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ABS വർക്ക് ചെയ്യണമെന്നില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ബ്രേക്കുകൾ വർക്ക് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. മേ ബി ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മാനുഫാക്ചറിങ് ടൈമിൽ വന്നൊരു ഇഷ്യൂ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. സോ 1-2 വണ്ടികൾക്കൊന്നും അല്ല. ഈ CB ഹൈനസ് ഒക്കെ ഇറങ്ങിയൊരു ടൈമില്ലേ 2020. സോ ആ സമയം തൊട്ട് 2024 വരെയുള്ള പല വണ്ടികളിലും ഈ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഷോറൂമിൽ കൊണ്ട് കാണിക്കുക, ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ചെയ്തു തരും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് VIN നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണും. സോ ആ നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ വണ്ടി അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സ്വിഫ്റ്റിന്റെ CVT ഗിയർ ബോക്സ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ പ്രൊഡക്ഷൻ മാത്രമേ ഇന്ത്യയിലുള്ളൂ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും കിട്ടൂല. ദിസ് ഈസ് ഫോർ ഓൺലി സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റ്. സോ ഒരു കണക്കിന് നന്നായി, കാരണം 10 ലക്ഷം രൂപയാണ് അവിടെ ഈ വണ്ടിക്ക് പ്രൈസ് വരുന്നത്. 6-7 ലക്ഷം രൂപ കൊടുത്ത് തന്നെ സ്വിഫ്റ്റ് വാങ്ങുന്നത് ഇപ്പം നഷ്ടമായി. കാരണം 3 സിലിണ്ടർ എഞ്ചിനാണ്, കോലത്തിൻ്റെ പ്രൈസും കൂടിയിട്ടുണ്ട്. കട്ട ശോകമാണ് എഞ്ചിൻ ഓടിക്കാനായിട്ട്. നമ്മൾ പണ്ട് സ്വിഫ്റ്റ് എങ്ങനെ ഓടിക്കുന്നു ആ ഒരു ഫീലൊന്നും അല്ല ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ആ ഒരു സ്വഭാവമേ മാറിപ്പോയി. ഒരു സെലോറിയോ സ്വിഫ്റ്റിൻ്റെ ലുക്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം എന്ന് വിചാരിച്ചാൽ മതി. അല്ല, സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് നമുക്കിനി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ടാറ്റയുടെ കർവിൻ്റെ 0 to 100 സ്പീഡ് ടെസ്റ്റിംഗ് ഒന്ന് കണ്ടാലോ. ഓഫ് കോഴ്സ് 0 to 100 in 5.95 സംതിങ് സെക്കൻഡേ ഉള്ളൂ. ആൻഡ് 100 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ട് ജസ്റ്റ് 11.5 സെക്കൻഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് ടാറ്റയുടെ വണ്ടികൾ ഒരുപാട് ഇഷ്ടമാണ്. ടാറ്റ ബ്രാൻഡിനോടൊരു നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ളൊരു ഫീൽ കൊണ്ടും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ടാറ്റ ബ്രാൻഡിൽ നിന്നൊരു വണ്ടി വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. കാരണം അത്രയും ഒപ്റ്റിമൈസ്ഡ് അല്ല ടാറ്റ വണ്ടികളെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇന്നൊരു സ്ഥലത്താണ് കംപ്ലൈന്റ് വരുന്നെങ്കിൽ നാളെ വേറെ ഒരു സ്ഥലത്ത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ബാച്ചിൽ ഇറങ്ങിയ വണ്ടികൾക്കെല്ലാം ഇന്നൊരു പ്രോഡക്റ്റിന് അല്ല ഇന്നൊരു ഏരിയക്ക് കംപ്ലൈന്റ് വന്നു എന്ന്. പക്ഷെ ഇതങ്ങനല്ല. ഇത് പല വണ്ടികൾക്കും പല കംപ്ലൈന്റ്. ഇപ്പൊ ഹാരിയർ എടുത്ത 10 പേർക്കും 10 ഇഷ്യൂസ് ആയിരിക്കും. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. പിന്നെ സർവീസ് സെന്ററിൽ ഒന്നും പോയി ചോദിച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇതിനെക്കുറിച്ച് മറുപടി പറയാനും ഇല്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കിട്ടുന്ന ഒരു അഭ്യൂഹങ്ങൾ അല്ലെ റൂമേഴ്സ്. സോ ശരിയാണ്, ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഞാൻ നേരത്തെ ഒരു ടാറ്റ യൂസർ കൂടെ ആയിരുന്നു. സോ എനിക്കറിയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. കർവ് എടുക്കണോ കറക്റ്റ് എടുക്കണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും ധൈര്യമായിട്ട് കറക്റ്റ് എടുക്കാം. കാരണം നമുക്ക് കംപ്ലൈൻറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ഡീസൽ എഞ്ചിനാണ് എടുക്കുന്നതെങ്കിൽ ഹ്യുണ്ടായിക്ക് വലിയ മൈലേജ് ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം 10-20 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഡീസലിന് കിട്ടും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കറക്റ്റയുടെ ഡീസൽ. പക്ഷേ കർവിൻ്റെ ഡീസലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊണ്ട് നടക്കും, അതോ സർവീസ് സെന്ററിൽ കിടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് XUV 700 ആക്ച്വലി 2 ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിട്ട് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം ADAS ഫീച്ചേഴ്സ് കൊണ്ടുവന്ന ഒരു കാർ കൂടിയാണ് XUV 700 എന്ന് പറയുന്നത്. മറ്റ് പല കാറുകളിലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ADAS ഫീച്ചേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയത്. 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ലുക്സ് ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, റോഡ് പ്രസൻസ് ഉണ്ട്. സോ ആ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു കാർ തന്നെയാണ്. ഹിമാലയൻ ഫാൻസിന് ഒരു വിഷമമുള്ള ന്യൂസാണ് അടുത്തത്. ഹിമാലയൻ 450യുടെ സെയില് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഇയർ ടു ഇയർ ഓൺ ബേസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 47% സെയില് താഴോട്ട് പോയിരിക്കുകയാണ്. സോ അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ന്യൂ ഗറില്ല എന്ന് പറയുന്ന 450cc സെയിം ഹിമാലയൻ ബേസ്ഡ് ആയിട്ടുള്ള ബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ആളുകൾ നോക്കുമ്പം 50,000ഓളം പ്രൈസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ കയറാനും ഇറങ്ങാനും കുറച്ചും കൂടെ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഗറില്ലയാണ്. ഹിമാലയൻ കുറച്ചും കൂടെ ടോളറാണ്. സോ ഒരു ഡെയിലി യൂസിന് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു യൂസബിൾ ആയിട്ടുള്ളൊരു ബൈക്ക് എന്ന് പറയുന്നത് ഗറില്ല തന്നെയാണ്. ഹിമാലയൻ കുറച്ചും കൂടെ ഒരു ലോങ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനോ ഒക്കെ പോകുന്ന ടൈമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. സോ ആളുകൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലി നോക്കുമ്പം ഗറില്ല എന്ന് പറയുന്ന ബൈക്കിലേക്ക് ഓപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ഹിമാലയൻ്റെ സെയിൽ എന്തായാലും താഴോട്ട് പോയിരിക്കുന്നത്. BMW XM എന്ന് പറയുന്ന ഈ കാണുന്ന കാറിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ വരുന്നുണ്ട്. XM ലേബൽ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലേക്ക് ഒരു ഒറ്റ പീസ് മാത്രമേ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ. സോ ഇവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BMW M Sportനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇവന് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. 4.4 ലിറ്റർ 8 സിലിണ്ടറിനകത്ത് 748 bhp പവർ ആൻഡ്
1000 nm ഓഫ് ടോക്ക് ആണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 0 to 100 റീച്ച് ആകാനായിട്ട് ജസ്റ്റ് 3.8 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവന്റെ സ്പീഡ് 250 കിലോമീറ്ററിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കിയ കാർണിവലിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 1822 യൂണിറ്റ്സ് ആണ് ഒറ്റ ദിവസം കൊണ്ട് ബുക്കിംഗ് ആയത്. സോ ഒരു രക്ഷയില്ല മോനെ. കാരണം ഈ പ്രൈസിന് 50 ലക്ഷം അല്ല 55 ലക്ഷം രൂപയ്ക്ക് ഇത് ആക്ച്വലി വെർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. ടൊയോട്ട വെൽഫെയറിനേക്കാളും ലെങ്ത്തും കൂടുതലാണ്, വിഡ്ത്തും കൂടുതലാണ്. പിന്നെ 2 വേരിയൻസിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ലിമോസിൻ ആൻഡ് ലിമോസിൻ പ്ലസ് എന്ന് പറയുന്ന 2 വേരിയൻസ് ആയിരിക്കും കിട്ടുക. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനകത്തായിരിക്കും ഇന്ത്യയിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആകുക. ഇന്നോവ ഹൈക്രോസിൽ നിന്നൊക്കെ ഒരു അപ്ഗ്രേഡ് നോക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡ് ആയിരിക്കും കിയയുടെ കാർണിവൽ. സോ ഒരു ഓണേഴ്സ് കാർ ആയിട്ട് ബാക്കിലൊക്കെ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർക്ക് കിട്ടില്ല വണ്ടിയായിരിക്കും. റീസോൺ ക്ലൈമറ്റ് കൺട്രോൾ കാണും, ഡ്യുവൽ സൺറൂഫുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് ലെഗ് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ, വെന്റിലേറ്റഡ് സീറ്റ്, പ്രീമിയം സൗണ്ട് സിസ്റ്റം, അങ്ങനെ വേണ്ട സകലമായ കിടുപടികളും ഇതിനകത്ത് വരുന്നുണ്ട്. കാർണിവലിനകത്ത് നമുക്ക് കിട്ടുന്നത് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വിത്ത് 193 PS ഓഫ് പവർ, 441 nm ഓഫ് ടോക്ക്, 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ആയിരിക്കും ഇവന് നമുക്ക് കിട്ടുന്നത്. സോ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രൈസ് കുറയുന്നതായിരിക്കും. സോ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞ പ്രൈസിൽ വാങ്ങാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. നിസാൻ മാഗ്നറ്റിന്റെ ഫേസ് ലിഫ്റ്റ് അടുത്ത മാസം 4-ാം തീയതി ലോഞ്ച് ചെയ്യുകയാണ്. ടെസ്റ്റിംഗ് മ്യൂളുകൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഫീച്ചേഴ്സ് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഡിസൈനിന്റെ ഭാഗത്തൊന്നും മാറിയതായിട്ട് നമുക്ക് പറയാനായിട്ടില്ല. ടെയിൽ ലാംപ്സിന്റെ ഡിസൈനിനകത്തും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിന്റെ ഡിസൈൻ, DRLസിന്റെ ഡിസൈൻ ആൻഡ് ബമ്പർ, ഗ്രില്ലുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇന്റീരിയറിനകത്താണ് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. സോ സൺറൂഫുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ടാറ്റ പഞ്ചിനകത്തും ഒക്കെ സൺറൂഫുകൾ വന്നതുകൊണ്ട് ചിലപ്പം സൺറൂഫ് വരാനുള്ളത് സാധ്യതയുണ്ട്. നോട്ട് ഷുവർ. ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിസാൻ അത് കൊടുക്കുമെന്ന്. പിന്നെ പ്രീമിയം മ്യൂസിക് സിസ്റ്റം അതും നിസാൻ്റെ അകത്ത് കിട്ടും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു ലാർജ് ടച്ച് സ്ക്രീൻ വരും എന്ന് പറയുന്നു. സോ അതിനൊരു ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ആ സെഗ്മെന്റിലെ എല്ലാ വണ്ടികളിലെയും ടച്ച് സ്ക്രീൻ വലുതായതുകൊണ്ട് സോ അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ വൈപ്പറുകൾ ഓട്ടോമാറ്റിക് ആകും എന്ന് പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ നോർമലി വരുന്ന മാനുവൽ ആൻഡ് CVT ഗിയർ ബോക്സും അതേ എഞ്ചിനും അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഞാൻ കൺഫേം ആയിട്ട് പറയാം. നിസാൻ മാഗ്നറ്റ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു അടുത്ത മാസം വണ്ടി ഒന്ന് ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഒക്കെ എത്ര ഡിഫറൻസ് വരും എന്നൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം വാങ്ങിയാൽ മതി. സോ എനിവേ ഈ ഒരു സെഗ്മെന്റിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് മാക്സിമം ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.